ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്കൊരു മുട്ട കേക്ക് തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അതിനായി 6 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിലേക്ക് തന്നെ, അതായത് മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 6 മുട്ടയും ഞാൻ പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഏലക്കായും പഞ്ചസാരയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനായി ഞാനിതാ 3 ഏലക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഏലക്കായ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം കുറവ് വേണമെങ്കിൽ കുറവ്, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ, നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്തതായി വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മൈദപ്പൊടി ഞാൻ ഈ ഒരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കയ്യിൽ ഞാനൊരു 1.5 കയ്യിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മൈദപ്പൊടി കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മുട്ടക്കേക്ക് കുറച്ചും കൂടി ബെറ്റർ ആവുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് 1.5 കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കണം, എങ്കിലേ അതൊന്ന് പതിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു 2-3 അടി തന്നെ നന്നായി അടിക്കുന്നുണ്ട്. പാനസോണിക്കിൻ്റെ മിക്സിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായി ഇതുപോലെ പതഞ്ഞ് നന്നായി പൊന്തിയിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം കേട്ടോ. ഓയിലാണ് ഞാൻ തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഇതാ നന്നായി നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ചുഴറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അടിച്ച ആ മിശ്രിതം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് സിമ്മാക്കണം എന്നാണ്, അതായത് ഒരു മീഡിയം ലെവലിൽ സിമ്മാക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഈ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഞാൻ ഇതിൽ നിന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ മുട്ട നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ.